चांदनी कोई आइटम्स नहीं करता है साहब, अभी कुछ फायदा नहीं साहब. ഇയാളീ പറയുന്നത് ശരിയാണോ അച്ഛാ? അതെ സാബ്, ഈ ആന ഇപ്പൊ ഒന്നും കാണിക്കുന്നില്ല. കള്ളം പഠിച്ചുപോയി. ആ കുട്ടിയാന എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഇത് എപ്പോ നോക്കിയാലും ആ കൊമ്പന്റെ അടുത്ത് തട്ടിയും മുട്ടിയും മണപ്പിച്ച് നിൽപ്പാണ്. ഇതിനിവിടെ നിർത്തുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാ ഇതിനെ കെട്ടിവലിച്ച് ഓരോ സ്ഥലത്തും കൊണ്ടുവന്നത്? ലോറിക്കൂലി പോലും വേസ്റ്റ് അല്ലേ? അതെ സാബ്, ഇതിനെ ഇവിടെ നിർത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് ഇതിനെ അങ്ങ് വിറ്റ് കളയാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇവിടെ ആകുമ്പോ ആരെങ്കിലും വാങ്ങും. കിട്ടുന്ന വിലക്കാൻ കൊടുത്തേരെ. എങ്ങോട്ട്? രാവിലെ തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു. അത് ഓടി വന്നാ ഇതിനുള്ളിൽ ഒന്ന് നോക്കി നോക്കി ആനയെ കൊടുക്കാനുള്ള പരിധം കിട്ടിയ ഉടനെ ഇതേക്ക് ഓടി പോന്നാണ് ഞാൻ. വേഗം പോയി ഷർട്ടടി. അറിഞ്ഞ സ്ഥിതിക്ക് ഉടനെ പോണെന്ന്. ഇപ്പഴാ പോയി ഷർട്ടടി. നിന്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. നേരല്ല ഷർട്ട് നോക്കി നിന്റെ കയ്യിൽ ഗൗരവം മനസ്സിലാവില്ല. നീ ആരുടെ കാര്യം പറയണേ? നിന്റെ അച്ഛൻ ചത്ത കാര്യമല്ലേ പറഞ്ഞത്, ആനേനെ വാങ്ങണ കാര്യ. ഇയാളെ ആരുടെ മറ്റേ നോക്കി പറഞ്ഞ പകിട്ടൊന്നും ഞാനക്കില്ല. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കച്ചവടത്തിന് വന്നാലേ തർക്കിക്കുന്നില്ല. ഞങ്ങളൊരു തുക അങ്ങോട്ട് തരും, അത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഇപ്പൊ നേരെ ആ കാശ് കൊടുക്കും. ഇയാൾ എന്ത് പൂരം കേട്ടാ നിൽക്കണ്ടേ? ആ കാശ് കൊടുക്കുന്നു. പിന്നെ എന്റെ ബ്രോക്കറേജ് അത് നിങ്ങളുടെ ഇഷ്ടം. ഇതാ 29,000 ഉറുപ്പ്യുണ്ട്. ഇത് സന്തോഷമായിട്ട് സ്വീകരിക്കാം. ഈ തുകയ്ക്ക് നടക്കില്ല. ये दाम को दे देंगे क्या? वो बहुत कम हो गया. अच्छा, ഈ വിലക്ക് കിട്ടില്ല. നിങ്ങൾ പോയിക്കോ. സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത കാശാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ പറയുന്നത്. ആനയെ കൊണ്ടുപോയി കാണിച്ചില്ലെങ്കിൽ ഞാൻ അകത്താവും. പാവം ഉള്ളേ പോകുമ്പായി. ഇതിന് സമ്മതിക്കും സാറേ. അതെ. ഏയ്, അത് ശരിയാകില്ല. എന്റെ കയ്യിൽ ഇനിയുള്ളത് 240 ഉറുപ്പ്യ 50 പൈസ. ഇതങ്ങോട്ട് വാങ്ങും സാറേ. വാങ്ങിക്കൂ സാറേ, പാവം കുടുംബം പോറ്റുന്ന മനുഷ്യനാ. ശരി, കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ലോൺ എടുത്തെന്നൊക്കെ പറയുന്നതുകൊണ്ടാ സമ്മതിക്കുന്നത്. ബൈ. ദേദോ. നമസ്തേ. ഇതിന്റെ ഒരു കോലം കണ്ടില്ലേ? വെള്ളം കണ്ടിട്ട് നാള് കുറെ ആയിന്ന് തോന്നണേ. പാടി ബാ.